കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 2000 രൂപ നിങ്ങൾക്ക് ലഭിച്ചു കാണും. അങ്ങനെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവർക്ക്, കൃഷിഭൂമിയുള്ളവർക്ക്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ കിസാൻ്റെ ഒരു പെൻഷൻ പദ്ധതി കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രതിമാസമാണ് 3000 രൂപ നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ നൽകുകയാണ് ചെയ്യുക. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഒരു റേഷൻ കാർഡിൽ ഒരാൾക്കാണ് 2000 രൂപ ലഭിക്കുന്നത് എങ്കിൽ, അത് 4 മാസം ഇടവേളകളിൽ ലഭിക്കുന്നത് എങ്കിൽ, ഈ ഒരു പെൻഷൻ പദ്ധതി എല്ലാ മാസവും റേഷൻ കാർഡിലെ എത്ര അംഗങ്ങൾ ഈ പദ്ധതിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ടോ അത്രയും അംഗങ്ങൾക്ക് 3000 രൂപ വീതം ഉറപ്പായ പെൻഷനാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് അധിക നാളായിട്ടില്ല. കിസാൻ മൻധൻ യോജന എന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കർഷക പെൻഷൻ പദ്ധതിയാണിത്. PMKMY എന്നറിയപ്പെടുന്ന ഈ സ്കീമിലേക്ക് നമുക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ഓൺലൈൻ വഴി ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഈ ജനപ്രിയ പദ്ധതി ഇതൊരു പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ 60 വയസ്സ് പൂർത്തിയാകുമ്പോഴായിരിക്കും നമുക്ക് പ്രതിമാസം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം ലഭിക്കുക. എന്നാൽ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ ഈ പദ്ധതിയിലേക്ക് അതിനു മുൻപ് തന്നെ ചേരേണ്ടതുണ്ട്. നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമനിധികളിൽ നമ്മൾ അംഗത്വം എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ജനപ്രിയ പദ്ധതിയിലും നമ്മൾ അംഗത്വം എടുക്കേണ്ടത്. കിസാൻ മൻധൻ യോജന ക്ഷേമ പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴി നമ്മൾ ചേരണം. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്, ആധാർ, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും ഇതിൽ ചേരാൻ സാധിക്കുക. ചുരുങ്ങിയത് 3 വർഷത്തോളമെങ്കിലും കാർഷിക മേഖലയിലുള്ള മുൻ പരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്ത, അതായത് കാർഷിക മേഖലയോ അല്ലെങ്കിൽ കാർഷിക അനുബന്ധ മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിലേക്ക് ചേരാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നിലവിലത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് പിന്നീട് 60 വയസ്സൊക്കെ ആകുമ്പോൾ സർക്കാരിൻ്റെ ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കും. അത് വാങ്ങുന്നതിൽ നിലവിലിപ്പോൾ തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഹായത്തോടൊപ്പം ഇതുകൂടി ചേർത്ത് വാങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും. പിന്നീട് നിയമങ്ങൾ ഒരുപക്ഷെ മാറിയേക്കാം. എങ്കിൽ പോലും ഈ ഒരു ജനപ്രിയ പദ്ധതിയുടെ സഹായം ഒരുപക്ഷെ നമുക്ക് ഉറപ്പായിട്ടും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു സ്കീമാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള സമയത്തെ നമുക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുള്ളൂ. കാരണം ഇതൊരു ക്ഷേമനിധി പോലെയുള്ള ഒരു രീതിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനൊരു പ്രായപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ക്ഷേമനിധിയിൽ അടയ്ക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയ അംശാദായം നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. കേവലം 55 രൂപ എടുക്കാനുണ്ട് എങ്കിൽ 6000 രൂപ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. 18-ാം വയസ്സിൽ ചേരാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് 55 രൂപ പ്രതിമാസം കണ്ടെത്തിയാൽ മതി. ഇനി നമുക്ക് ആ ഒരു പ്രായത്തിലൊന്നും ചേരാൻ സാധിച്ചില്ല, ഈ വിവരങ്ങൾ അറിഞ്ഞത് അല്പം വൈകിയാണ്. 29-ാമത്തെ വയസ്സിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപ പ്രതിമാസം എടുക്കാനുണ്ട് എങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് സാധിക്കും. ഇനി ആ സമയത്തും ഇതൊന്നും അറിഞ്ഞില്ല, 40-ാം വയസ്സെത്തി, ആ സമയത്താണ് ഈ പദ്ധതിയെപ്പറ്റി അറിയുന്നത് എങ്കിലും നമുക്ക് ചേരാം. അതായത് 40 വയസ്സ് വരെയുള്ളവർക്കേ ചേരാൻ സാധിക്കുള്ളൂ. 40-ാം വയസ്സിൽ ചേരുമ്പോൾ 200 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. 60-ാം വയസ്സ് മുതൽ നമുക്ക് പിന്നീട് സുനിശ്ചിത പെൻഷൻ 3000 രൂപ വീതം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇനി ഇത് മാത്രമല്ല, പദ്ധതിയിൽ ചില ഇളവുകൾ കൂടിയുണ്ട്. അതായത് 10 വർഷത്തോളമൊക്കെ നമ്മൾ അംശാദായം അടച്ചിട്ടുണ്ട്. പദ്ധതി പക്ഷേ തുടരാൻ സാധിക്കില്ല എങ്കിൽ നമുക്ക് അടച്ച തുക സേവിങ്സ് ബാങ്കിൻ്റെ പലിശ നിരക്കിൽ നമുക്ക് റിട്ടേൺ നൽകുന്ന ഒരു പ്രത്യേക സംവിധാനമെല്ലാം ഇതിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കിസാൻ മൻധൻ യോജനയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ID, മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും. നോമിനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ചെറിയ ഒരു പ്രതിമാസ വരുമാനമായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ കിസാൻ മൻധൻ യോജന എന്ന പദ്ധതിയും കിസാൻ സമ്മാൻ നിധി പദ്ധതിയോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട, താല്പര്യമുള്ളവരെല്ലാം അപേക്ഷിക്കേണ്ട, ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് അപേക്ഷ വെക്കാം, ആനുകൂല്യങ്ങൾ വാങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.